എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കേ പപ്പടക്കറി നമുക്ക് ഉണ്ടാക്കാം. ഞാനിതിനു മുമ്പ് പപ്പടത്തിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കറി ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഉണ്ടാക്കിയപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ഓണത്തിന് വാങ്ങിച്ച പപ്പടമാണ് കേട്ടോ. അത് ഒരു പാക്കറ്റ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 6 പപ്പടമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതുപോലൊക്കെ പപ്പടം മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു കറി കേട്ടോ. അപ്പോൾ ഇതേ നോക്കൂ, ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒരുപാട് ചേർക്കട്ടെ കേട്ടോ. ഒരുപാട് ചേർത്താൽ അതിൻ്റെ ഒരു കുത്തൽ വന്നാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് ഇറങ്ങണം. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വാട്ടിയെടുക്കുക. ഇനി നമുക്ക് ചെറിയ ഉള്ളി സവാളയും കൂടെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 10 കഷ്ണം കട്ട് ചെയ്തതും സവാള ഒരു ചെറുതും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു തണ്ട് കറിവേപ്പില ഇതുപോലെ അതിൻ്റെ ഇലകളൊക്കെ അടർത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അധികം പുളിയൊന്നുമുള്ള തക്കാളിയല്ല, എന്നാലും നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. അത് കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളി ഉള്ളിയും കൂടെ ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടെ തന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളുടെ അളവൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കാം. ഇനി 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. പെരിഞ്ജീരകപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്താലും മതി കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ച ചവയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. ആ സമയമാകുമ്പോൾ ഈ തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഉടച്ചും കൂടെ കൊടുക്കാം. ചട്ടിയിലുണ്ടാക്കുമ്പോൾ എപ്പോഴും തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കുകയോ കരിയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൊടികളുടെയൊക്കെ പച്ച ചുവ അങ്ങോട്ട് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണിന് മേളിലുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് അളവിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പച്ചവെള്ളമോ തിളപ്പിച്ച വെള്ളമോ ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കണം. വേണമെങ്കിൽ ഒരു അടപ്പ് കൊണ്ട് തന്നെ അടച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളിക്ക് പുളി വളരെ കുറവായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് പിഴിഞ്ഞ് ഞാനെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഒന്നുകൂടെ ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രേവിക്കകത്തേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. ഇതുപോലെ തവിയോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് കൊടുത്താൽ മതി. പപ്പടം പൊട്ടിപ്പോവും, അതായത് തവിയോണ്ട് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകുമെന്നൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഈ ഗ്രേവിക്കുള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ നോക്കൂ,
നമ്മുടെ പപ്പടമൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓളം ഉള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. കട്ടി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം കൂട്ടുകാരെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കും. ബൈ.